മകരജ്യോതി ദർശനത്തിനൊരുങ്ങി ശബരിമല. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് മകരവിളക്കിന് ഒരുക്കിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെയും നിരീക്ഷണ സമിതിയുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും യോഗം ഇന്ന് ചേരും. മകരവിളക്കിന് ഉള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞു. എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ടുണ്ട്. തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതുൾപ്പെടെ മകരവിളക്കിന്റെ നടത്തിപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു. ലക്ഷക്കണക്കിന് ഭക്തരെത്തിയാലും ശബരിമലയിൽ മകരവിളക്ക് ദർശനം സുഗമമായിരിക്കുമെന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആക്രമണങ്ങളും പ്രചാരണവുമാണ് തീർത്ഥാടകരും വരുമാനവും കുറയാൻ കാരണമെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. മകരവിളക്കുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. എത്ര ലക്ഷം ആളുകൾ വന്നാലും അവർക്കെല്ലാം സൗകര്യപ്രദമായി മകരജ്യോതി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ചില സ്ഥലങ്ങൾ അപകടം പിടിച്ച സ്ഥലങ്ങൾ പ്രത്യേകം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ പ്രത്യേകമായിട്ടുള്ള സേവനം അവിടെയെല്ലാം തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രാവശ്യം സുപ്രീം കോടതി വിധിക്ക് ശേഷം ഒരു പ്രത്യേക സാഹചര്യം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. ആ സാഹചര്യം വരുമാനത്തിലും സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കുന്നുണ്ട്. അതെല്ലാം മറികടക്കാൻ നമുക്ക് സാധിക്കും വരുന്ന നാളുകൾ. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ശുദ്ധിക്രിയകൾ സന്നിധാനത്ത് പുരോഗമിക്കുകയാണ്. തന്ത്രി കണ്ഠരര് രാജീവര് ഇക്കാര്യം ന്യൂസ് 8 പറഞ്ഞു. ശബരിമല മുഖ്യമന്ത്രി കണ്ഠരര് രാജീവരാണ് നമുക്കൊപ്പം ഉള്ളത്. ഇന്നത്തെ പ്രധാന പൂജകൾ എന്താണ്? മകരവിളക്കിന്റെ പൂജയ്ക്ക് മുന്നോടിയായിട്ട് ശുദ്ധിക്രിയകൾ നടത്തും. ഇന്നലെ പ്രാസാദ ശുദ്ധിക്രിയകൾ നടന്നു. ഇന്ന് ബിംബശുദ്ധിക്രിയ ഉച്ചപൂജയോടനുബന്ധിച്ച് നടത്തും. നാളെ പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണം ചാർത്തി ദീപാരാധന, അതിനുശേഷം സംക്രമ പൂജ 7:52 ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം. മകരവിളക്കിന് മുന്നോടിയായുള്ള പമ്പാ വിളക്കും പമ്പാ സദ്യയും ഇന്ന് നടക്കും. മകരസംക്രമ നാളിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി പന്തളത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര തുടരുകയാണ്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും ജോയി നായരും ആർ കിരൺ ബാബുവും, പമ്പയിൽ നിന്ന് MS അനീഷ് കുമാറും, വള്ളക്കടവ് മടമണ്ണിൽ നിന്ന് സുർജിത് അയ്യപ്പത്തും ചേരുന്നു. ആദ്യം സുർജിത്തിലേക്ക് പോയാൽ, സുർജിത്ത്, പരമ്പരാഗത കാനന പാതകളിലൂടെയുള്ള യാത്ര അതിപ്പോൾ എവിടെയെത്തി? ഇതുവരെ കാര്യങ്ങൾ സുഗമമാണോ? കനത്ത സുരക്ഷയടക്കം തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഏർപ്പെടുത്തിയിരുന്നുവല്ലോ. തീർച്ചയായും രഞ്ജിത്ത്, ഘോഷയാത്ര ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് രാവിലെ അയിരൂർ ക്ഷേത്രത്തിൽ നിന്നുമാണ് യാത്ര പുനരാരംഭിച്ചത്. ഇന്നലെ പന്തളം വലിയ കോവിൽക്കൽ ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങിയ യാത്ര ഇന്ന് അയിരൂരിൽ നിന്നാണ് പുനരാരംഭിച്ചത്. ഇന്ന് വിവിധ ക്ഷേത്രങ്ങളിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന മടമൺ എന്ന് പറയുന്ന പ്രദേശത്താണ്. മടമണിൽ വളരെ ഗംഭീരമായ സ്വീകരണമാണ് ഭക്തജനങ്ങൾ നൽകിയത്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ താലപ്പൊലിയോടെ ഈ യാത്രയെ സ്വീകരിച്ചു. ഇപ്പോൾ വിവിധ ക്ഷേത്രങ്ങളിൽ ഈ തിരുവാഭരണം ദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ദർശനം കാണാൻ വേണ്ടി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ നീണ്ട നിര റോഡരികിൽ പോലും പ്രകടമായ ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇടക്കുളം, വടശ്ശേരിക്കര, പ്രയാർ ക്ഷേത്രങ്ങളിലാണ് തിരുവാഭരണം തുറന്നു വച്ചത്. ഇതിനുശേഷം യാത്ര ഇപ്പോഴും പര്യടനം തുടരുകയാണ്. രാജപ്രതിനിധി രാഘവവർമ്മയുടെ നേതൃത്വത്തിലാണ് യാത്ര തുടരുന്നത്. ഗുരുസ്വാമി പന്തളം കുളത്തിനാൽ ഗംഗാധര പിള്ളയുടെ നേതൃത്വത്തിൽ 22 അംഗ സംഘമാണ് ഈ തിരുവാഭരണം അടങ്ങിയ പേടകങ്ങൾ തലച്ചുമടായി ഏറ്റിക്കൊണ്ട് യാത്രയുടെ ഭാഗമായിരിക്കുന്നത്. ഇപ്പോഴും യാത്ര തുടരുകയാണ്. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഈ തിരുവാഭരണം ദർശിക്കാൻ വേണ്ടി പലയിടങ്ങളിലും കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. അതോടൊപ്പം തന്നെ ഇന്ന് രാത്രിയിൽ ഈ യാത്ര എത്തിച്ചേരുക ലാഹ സത്രത്തിലാണ്. ലാഹ സത്രത്തിൽ ഇന്ന് യാത്ര എത്തിച്ചേരും. ഇതിനുശേഷം നാളെ പുനരാരംഭിക്കും. അട്ടത്തോട് വഴി പിന്നെ പൂർണ്ണമായും കാനന പാതയിലൂടെ, പരമ്പരാഗത പാതയിലൂടെയാണ് യാത്രയുടെ പ്രയാണം ഉണ്ടാവുക. ഈ യാത്ര അട്ടത്തോട് വഴി നീലിമല കയറി ശരംകുത്തി, അപ്പാച്ചിമേട് വഴി ശരംകുത്തിയിലെത്തും. ശരംകുത്തിയിൽ നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളുടെയും ദേവസ്വം പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ യാത്രയെ സ്വീകരിക്കും. ഇതിനുശേഷം സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് കൊണ്ടുപോകും. അത് എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കുകയാണ്. എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. തുടർന്ന് ഇന്ന് മകരസംക്രമത്തിൻ്റെ ഭാഗമായി മകരസംക്രമത്തിനോട് അനുബന്ധിച്ച് തിരുവാഭരണം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തും. ഏറ്റവും ദർശന സുകൃതം ഭക്തർക്ക് ലഭിക്കുന്ന ഒന്നാണ് ഈ മകരസംക്രമം. അതുകൊണ്ട് തന്നെ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ഭക്തർ ഈ സമയത്ത് തിരുവാഭരണം ദർശിക്കാൻ വേണ്ടി എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. ഇപ്പോൾ വിവിധ ക്ഷേത്രങ്ങളിൽ ഈ വിധത്തിൽ സ്വീകരണം
ഭരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ പര്യടനം തുടരുകയാണ്. നിരവധി ഭക്തജനങ്ങളാണ് തിരുവാഭരണം ദർശിക്കാൻ വേണ്ടി ചേരുന്ന റോഡരികിൽ പോലും അത് പ്രകടമായിരുന്നു. താലപ്പൊലിയുടെയും അതോടൊപ്പം തന്നെ വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടുകൂടി തന്നെ ഈ യാത്രയെ സ്വീകരിക്കുകയാണ്. രാജപ്രതിനിധി രാഘവ വർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ യാത്രയുടെ ഭാഗമായിരിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര തുടരുകയാണ്. നാളെ വൈകുന്നേരത്തോടുകൂടി പമ്പയിലെത്തും. തുടർന്ന് തിരുവാഭരണങ്ങൾ അണിഞ്ഞുള്ള മകരസംക്രമ പൂജയും നടക്കും. മറ്റു ചില വിവരങ്ങളുമായി ഇപ്പോൾ ജോയി നായരും ഒപ്പം ആർ കിരൺ ബാബുവും MS അനീഷ് കുമാറും ചേരുന്നു. ആദ്യം ജോയി നായരിലേക്ക് പോയാൽ, ജോയി ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടുന്ന് നൽകാനുള്ള ജോയിയിലേക്ക് വരാം. അതിനു മുമ്പ് കിരൺ ബാബുവിലേക്ക് പോയാൽ, കിരൺ, സന്നിധാനത്ത് ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. തീർത്ഥാടകരുടെ തിരക്ക് താരതമ്യേന കാര്യമായി സംഭവിക്കുന്നുണ്ട് എന്നും അറിയുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മന്ത്രി അടക്കമുള്ള ശബരിമല നിരീക്ഷണ സമിതി അടക്കമുള്ളവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടല്ലോ. ഒരുക്കങ്ങൾ ഏതു ഘട്ടത്തിലായി? ഇനി എന്തൊക്കെ ക്രമീകരണങ്ങൾ പൂർത്തിയാകാനുണ്ട്? മകരവിളക്ക് പൂജയ്ക്കുള്ള അവസാന തയ്യാറെടുപ്പുകളിലാണ് സന്നിധാനം. ഇന്ന് അല്പസമയത്തിന് ശേഷം ഉന്നതതല യോഗം നടന്ന് അവസാനവട്ട തയ്യാറെടുപ്പുകൾ വിലയിരുത്തും. ഇന്ന് വൈകുന്നേരം രാത്രിയോടുകൂടി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എത്തുന്നുണ്ട്. അതിനുശേഷം നാളെയാണ് ഹരിവരാസന പുരസ്കാരം നൽകുന്നത്. ആ ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തും. അവസാനവട്ട തയ്യാറെടുപ്പുകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാവും വിലയിരുത്തുക. ഇവിടെ ഏകദേശം എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. ശാന്തമായും സുഗമമായും ഈ പൂജകൾ നടക്കും എന്നാണ്, എല്ലാവർക്കും ദർശന സായുജ്യം ലഭിക്കും എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം നമ്മളോട് രാവിലെ പറഞ്ഞത്. ദേവസ്വം മന്ത്രിയുടെ പ്രതികരണവും ആ തരത്തിൽ തന്നെയായിരുന്നു. നാളെ വൈകുന്നേരത്തോടുകൂടി തിരുവാഭരണം ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും. തിരുവാഭരണം അയ്യപ്പനെ ചാർത്തി കഴിഞ്ഞാൽ ആ പൂജയ്ക്ക് അപ്പോഴാണ് മകരജ്യോതി. അതിനുശേഷമാണ് മകരസംക്രമ പൂജ നടക്കുന്നത്. സൂര്യൻ ധനു രാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് നീങ്ങുന്ന, ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് നീങ്ങുന്ന മുഹൂർത്തമാണ് മകരസംക്രമണം. ആ സമയം 7:52 മകരസംക്രമണ പൂജ നടക്കുക. ജ്യോതിക്ക് ശേഷമാണ് ഇത്തവണ മകരസംക്രമണം വരുന്നത്. ആ പൂജകളോടുകൂടി ആ പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടി, ഈ ദർശനത്തിന് വേണ്ടി, ജ്യോതി ദർശനത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ ഇന്നലെ മുതൽ എത്തിയ ഭക്തരിൽ നിരവധി പേർ ഇവിടെ തന്നെ തങ്ങുകയാണ്. പോലീസ് ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഭക്തർ വരുന്നവരുടെ സൗകര്യത്തിന് വേണ്ടി ഭക്തർ താഴേക്ക് ഇറങ്ങണം, പമ്പയിലേക്ക് ഇറങ്ങണം എന്നാവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്നലെ മുതലെത്തിയ ഭക്തരിൽ വലിയൊരു ശതമാനവും ഈ സന്നിധാനത്തും പരിസരത്തുമായി തങ്ങുകയാണ്. പോലീസ് അങ്ങനെ നിർബന്ധിച്ച് ആരെയും ഇറക്കുന്നില്ല. അനൗൺസ്മെന്റിന് അപ്പുറത്തേക്ക് ഒരു നിർബന്ധം ചുമത്തുന്നില്ല. മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ശബരിമലയിൽ തിരക്ക് കൂടുതലാണ്. എന്നാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ തിരക്ക് കുറവാണ് എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. മറ്റ് നാളെ എത്ര ഭക്തരെത്തിയാലും അവർക്കെല്ലാം വേണ്ട സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങൾ അടക്കമുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് 11 മണിക്ക് ചേരുന്ന അവസാനവട്ട അവലോകന യോഗത്തിൽ ഏതെങ്കിലും ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടെങ്കിൽ ആ വീഴ്ചയടക്കം പരിഹരിച്ചുകൊണ്ട് ശബരിമലയിൽ പുരോഗമിക്കുന്നത്. ജോയി നായരുമുണ്ട് സന്നിധാനത്ത്. ജോയി, ഏറ്റവും പുതിയ വിവരങ്ങൾ സന്നിധാനത്ത് ജോയിക്ക് ലഭിക്കുന്നത്. അവിടെ നേരത്തെ ജോയി ഇന്നലെ മിനിഞ്ഞ നമുക്ക് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഭക്തജനങ്ങളുടെ തിരക്ക് കഴിഞ്ഞ മകരവിളക്ക് കാലത്തേക്കാൾ വളരെ കുറവായിരുന്നു. ഇന്ന് സാഹചര്യങ്ങൾ വ്യത്യസ്തമാണോ? കൂടുതൽ സന്നിധാനത്തേക്ക് ആളുകൾ എത്തുന്നുണ്ടോ? ഈ കൂടുതലായി ആളുകൾ എത്തിച്ചേർന്നാൽ അവർക്ക് എന്തൊക്കെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം എന്ന കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? രഞ്ജിത്ത്, കിരൺ ബാബു റിപ്പോർട്ട് ചെയ്ത് അവസാനിപ്പിച്ച് പറഞ്ഞതുപോലെ തിരക്ക് കൂടിക്കൂടി വരികയാണ്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളായി തിരക്ക് കുറവായിരുന്നു. പക്ഷേ മകരവിളക്കിനോട് അനുബന്ധിച്ച ദിവസങ്ങളിൽ തിരക്ക് കൂടുമെന്ന് തന്നെയായിരുന്നു നേരത്തെ ദേവസ്വം ബോർഡും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട അധികൃതരും വ്യക്തമാക്കിയിരുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ വലിയൊരു തിരക്കിലേക്ക് സന്നിധാനം എത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇന്നലെ ഇന്ന് പുലർച്ചെ 12 മണിവരെ 66,000-ഓളം ഭക്തരാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തിയത്. 9 മണിവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 25,000-ഓളം പേർ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. അവരെല്ലാം ദർശനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നലെ എത്തിയ ഭക്തരിൽ നല്ലൊരു ശതമാനവും വിവിധ ഇടങ്ങളിൽ പർണശാലകൾ കെട്ടിയും അതുപോലെ തന്നെ വിരിവെച്ചുമെല്ലാം സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്ത് ഈ സോപാനത്തിന്റെ പുറത്ത് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ദർശനത്തിന് 18-ാം പടി കടന്ന് വരുന്നവരുടെ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. കഴിഞ്ഞ സീസണിലൊന്നും ഇങ്ങനെ ആയിരുന്നില്ല അവസ്ഥ. കാരണം ഈ സമയത്ത് തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ എത്തുകയും മണിക്കൂറുകൾ ക്യൂ നിന്ന് ദർശനം നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിന് ഇപ്പോൾ ഒരു മാറ്റമുണ്ട്. വലിയൊരു തിരക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. 18-ാം പടിയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 18-ാം പടിയിലൊന്നും വലിയ തിരക്ക് കാണുന്നില്ല. വരുന്ന ഭക്തർ ക്യൂ കോംപ്ലക്സിലേക്ക് കടന്ന് ഫ്ലൈ ഓവറും കടന്ന് സോപാനത്തിലേക്ക് വരികയാണ്. വലിയ വേഗത്തിൽ തന്നെ അവർക്ക് ദർശനം നടത്തി മടങ്ങാനും കഴിയുന്നുണ്ട്. പക്ഷേ
ദർശനം നടത്തി മടങ്ങുന്നവർ നേരെ ഈ ഭക്തർക്ക് താമസിക്കാൻ അല്ലെങ്കിൽ വിരിവെക്കാനുള്ള ഇടങ്ങളിലേക്ക് അവർ പോവുകയാണ്. എന്തായാലും ഈ വന്നിരിക്കുന്നവരെല്ലാം നാളെ മകരജ്യോതിയും കണ്ട ശേഷമേ മടങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ ഉച്ചയോടുകൂടി ഒരു വലിയ തിരക്ക് ഈ സന്നിധാനത്തും പരിസരത്തും ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തിരക്ക് വർദ്ധിച്ചു വരുന്നു, പക്ഷേ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് തിരക്ക് കുറവാണ് എന്ന വിവരമാണ് പ്രതിനിധികൾ നൽകുന്നത്. പമ്പയിൽ MS അനീഷ് കുമാർ ഉണ്ട്. അനീഷ്, ഈ പറഞ്ഞതുപോലെയുള്ള കൂടുതൽ തിരക്കുണ്ടാകാനുള്ള ലക്ഷണങ്ങൾ പമ്പയിൽ ഉണ്ടോ? ഈ മകരവിളക്ക് അതുമായി ബന്ധപ്പെട്ട സമയമെന്ന് പറഞ്ഞാൽ സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരേണ്ട ഒരു സ്ഥലമാണല്ലോ, സമയമാണല്ലോ. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, സന്നിധാനത്തേക്കുള്ള ഭക്തജനങ്ങളുടെ പ്രവാഹത്തിൽ വലിയൊരു കുറവുണ്ടാവില്ല എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. കാരണം രാവിലെ 8 മണി മുതൽ ഏതാണ്ട് 20,000 ആളുകളാണ് ഭക്തരാണ് സന്നിധാനത്തേക്ക് പോയത്. എന്നാൽ അതിനുശേഷം 1 മണിക്കൂറിൽ 10,000-ലധികം ആളുകൾ വീണ്ടും എത്തിയിരിക്കുന്നു. 30,000-ലധികം ഭക്തർ സന്നിധാനത്തേക്ക് പമ്പ വഴി കടന്നുപോയി എന്നാണ് പോലീസിന്റെ ഔദ്യോഗികമായ കണക്കുള്ളത്. ഇന്നലെ 66,000-നടുത്ത് ആളുകൾ സന്നിധാനത്തേക്ക് പോയിരുന്നു. അതിൽ പകുതിയിലധികം പേർ താഴേക്ക് ഇറങ്ങിയില്ലെന്നാണ് ഔദ്യോഗികമായി പറയുന്നത്. അതായത് താഴേക്ക് വരുന്നവരുടെയും മുകളിലേക്ക് പോകുന്നവരുടെയും എണ്ണം കൃത്യമായി പോലീസ് രേഖപ്പെടുത്തുന്നു. അത്തരത്തിൽ കണക്കാക്കിയാൽ പോലും 1,00,000-നടുത്ത് ആളുകൾ ഇപ്പോൾ സന്നിധാനത്ത് ഉണ്ടാവാം എന്നതാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇനി ഉച്ചയ്ക്ക് പമ്പ സദ്യയും വൈകുന്നേരം പമ്പ വിളക്കുമുണ്ട്. അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ പമ്പയിൽ ഇതിനകം എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സന്നിധാനത്തേക്ക് തിരിക്കുക വൈകുന്നേരത്തോടു കൂടിയാണ്. ആ സമയം കൂടുതൽ ആളുകൾ സന്നിധാനത്തേക്ക് ഇവിടെ നിന്നും പുറപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അയ്യപ്പ ഭക്തർക്ക് മകരവിളക്കും മകരജ്യോതിയും ദർശിക്കുന്നതിന് പമ്പയിൽ 2 ഇടങ്ങളിൽ അവസരമുണ്ടായിരുന്നു. പ്രധാനമായും ത്രിവേണിയിൽ പെട്രോൾ പമ്പിന് സമീപവും ഒപ്പം ഹിൽ ടോപ്പിലും ഇതിനുള്ള ക്രമീകരണം ഉണ്ടായിരുന്നു. എന്നാൽ പ്രളയത്തെ തുടർന്ന് പമ്പ പൂർണ്ണമായി നശിച്ച സാഹചര്യത്തിൽ ഈ സ്ഥലങ്ങളിൽ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തന്നെ ദർശനം അനുവദിക്കാനാവില്ല എന്ന് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആളുകളും സന്നിധാനത്തേക്ക് തന്നെ പോകേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുക. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇനി വരും മണിക്കൂറുകളിൽ പമ്പയിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി സന്നിധാനത്തേക്ക് പോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം നാളെ വൈകുന്നേരമാണ് മകരജ്യോതി ദർശനം സാധ്യമാവുക. അതുകൊണ്ട് നാളെ ഉച്ചവരെയോളം ഭക്തരുടെ ഒരു ഒഴുക്ക് സന്നിധാനത്തേക്ക് തുടരും എന്നാണ് അറിയാൻ ഏറ്റവും പുതിയ വിവരങ്ങൾ. സന്നിധാനത്തേക്ക് ഭക്തരുടെ തിരക്കുണ്ട്, കൂടുതൽ പേർ തമ്പടിക്കുന്നു, താഴേക്ക് ഇറങ്ങുന്നവരുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു തിരക്ക് ഇത്തവണയും ഉണ്ടാകുമെന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ശബരിമല ചവിട്ടാൻ വീണ്ടും ട്രാൻസ്ജെൻഡേഴ്സ്. തിരുവനന്തപുരത്ത് നിന്നും കെട്ടുനിറച്ച് 10 പേരാണ് ശബരിമലയിലേക്ക് പുറപ്പെട്ടത്. പുലർച്ചെയാണ് ഇവർ യാത്ര പുറപ്പെട്ടത്. ക്ഷേത്രത്തിൽ വെച്ച് കെട്ടുനിറയ്ക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ഇതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായെന്ന് അവർ പറഞ്ഞു. ഇതിനാൽ വീട്ടിൽ വെച്ചാണ് കെട്ടുനിറച്ചത്. എല്ലാവരും ഭക്തരാണെന്നും ഇതിനാലാണ് ശബരിമലയ്ക്ക് പോകുന്നതെന്നും ഇവർ അറിയിച്ചു. സഭാതർക്കം നിലനിൽക്കുന്ന കോലഞ്ചേരി പഴന്തോട്ടം പള്ളിയിൽ യാക്കോബായ സഭാധ്യക്ഷൻ തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവ നടത്തിവന്ന ഉപവാസ സമരം അവസാനിപ്പിച്ചു. RDOയുടെ അധ്യക്ഷതയിൽ നടത്തിയ ചർച്ചയിൽ പ്രാർത്ഥനയ്ക്ക് അനുമതി നൽകാമെന്ന ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. തുടർന്ന് കാത്തോലിക്ക ബാവ പള്ളി ചാപ്പലിൽ പ്രാർത്ഥന നടത്തി. ഇതോടെ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നു. അതേസമയം ഇരുവിഭാഗവും പള്ളി വളപ്പിൽ തുടരുകയാണ്. ശ്രീനാഥ്, സംഘർഷത്തിന് അയവ് വന്നെങ്കിലും ഒരു പ്രശ്നപരിഹാരം അത് പൂർണ്ണതോതിലായി എന്ന് പറയാമോ ഈ ഘട്ടത്തിൽ? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാവിലെ RDOയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ ഉപവാസം അവസാനിപ്പിച്ചത്. പള്ളിക്കുള്ളിൽ കയറി കുർബാനയ്ക്ക് അവസരം നൽകിയാൽ ഉപവാസം അവസാനിപ്പിക്കാം എന്നായിരുന്നു അദ്ദേഹം നൽകിയ ഉറപ്പ്. അതനുസരിച്ച് പള്ളിക്കുള്ളിൽ പ്രവേശിക്കാൻ കഴിയില്ലെങ്കിലും പള്ളിക്ക് സമീപത്തുള്ള ചാപ്പൽ, ഇപ്പോൾ കാണുന്ന ചാപ്പൽ പ്രവേശിച്ച് കുർബാന അർപ്പിക്കാനുള്ള അവസരം നൽകാം എന്ന് അദ്ദേഹത്തെ അറിയിക്കുകയായിരുന്നു. അതനുസരിച്ച് അദ്ദേഹം അവിടെ കയറി കുർബാന അർപ്പിച്ചു. അതിനുശേഷം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വിശ്വാസികൾ ഇപ്പോഴും ഈ പള്ളി കോമ്പൗണ്ടിൽ നിന്ന് പോകാൻ തയ്യാറായിട്ടില്ല. അവരിപ്പോഴും പ്രാർത്ഥനാ യജ്ഞവുമായി അവിടെ തുടരുകയാണ്. അതേസമയം ഇപ്പുറത്ത് യഥാർത്ഥ പള്ളിയിൽ ഓർത്തഡോക്സ് പക്ഷം നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ അവരുടെ പ്രാർത്ഥനകളുമൊക്കെയായി പള്ളിക്കുള്ളിൽ ഇപ്പോഴും കഴിയുകയാണ്. അവർ ഇന്നലെ പള്ളിക്കുള്ളിൽ പ്രവേശിച്ചതാണ്. ഇതുവരെയും പുറത്തു പോയിട്ടില്ല. പള്ളിക്കുള്ളിൽ പ്രാർത്ഥന അടക്കമുള്ള ചടങ്ങുകളുമായി അവർ അകത്ത് കഴിയുന്നു. ഇങ്ങനെ ഇരുപക്ഷവും ഈ പള്ളി കോമ്പൗണ്ടിനുള്ളിൽ തന്നെയുണ്ട്. പക്ഷേ യാതൊരു വിധത്തിലുള്ള സംഘർഷവും ഇപ്പോൾ നിലവിലില്ല. രണ്ടുപേരും സമാധാനപൂർവ്വമായി പ്രാർത്ഥനാ യജ്ഞവുമായി മുന്നോട്ട് പോവുകയാണ്. രഞ്ജിത്ത്, അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്പമെങ്കിലും സംഘർഷത്തിന് അയവുണ്ട്. പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് ശ്രീനാഥ് റിപ്പോർട്ട് ചെയ്തു.
നിപ കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലി ചെയ്ത കരാർ തൊഴിലാളികളെ പിരിച്ചുവിട്ടതിനെതിരായ പ്രതിഷേധം തുടരുന്നു. മെഡിക്കൽ കോളേജ് കവാടത്തിൽ തൊഴിലാളികൾ നടത്തുന്ന സത്യഗ്രഹ സമരം 10ാം ദിവസത്തിലേക്ക് കടന്നു. നിപ കാലത്ത് ജോലി ചെയ്തവരെ പിരിച്ചുവിടില്ലെന്ന വാഗ്ദാനം ആരോഗ്യമന്ത്രിയും ആശുപത്രി അധികൃതരും പാലിക്കണമെന്നാണ് ആവശ്യം. നഴ്സിംഗ് അസിസ്റ്റന്റുമാരും ശുചീകരണ തൊഴിലാളികളും അടക്കമുള്ള 42 തൊഴിലാളികൾക്കാണ് ജോലി നഷ്ടമായത്. അശ്വിൻ വല്ലത്ത് ചേരുന്നു വിവരങ്ങളുമായി. അശ്വിൻ, ഈ സമരം അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അവർക്ക് യാതൊരു ഉറപ്പുകളും ഇതുവരെ ലഭിച്ചിട്ടില്ല, ചില നിയമ തടസ്സങ്ങളുണ്ട് എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കുകയാണ്. ഈ സമരം അവർക്ക് നീതി കിട്ടുന്നതുവരെ മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? രഞ്ജിത്ത്, സ്ഥിരം നിയമനം നൽകുന്നതിന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. എന്നാൽ കൂടിയും ഇവരെ പിരിച്ചുവിടാതെ ഇവർക്ക് താൽക്കാലിക അടിസ്ഥാനത്തിലെങ്കിലും ഇങ്ങനെ ജോലി തുടർന്നും നൽകണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് സമരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം തികച്ചും ന്യായവുമാണ്. പല ഘട്ടങ്ങളിലായി ആരോഗ്യമന്ത്രി ഇവർക്ക് തന്നെ നൽകിയ ഉറപ്പായിരുന്നു, നിപ കാലത്ത് ജോലി ചെയ്ത തൊഴിലാളികളെ അന്ന് ജീവൻ വരെ വെടിയാൻ തയ്യാറായിക്കൊണ്ട് ഈ ഐസൊലേഷൻ വാർഡിലടക്കം ജോലി ചെയ്തിരുന്ന 42 തൊഴിലാളികളാണ്. ഇതിനുശേഷം ഇവിടെ കരാർ തൊഴിലാളികളെ നിയമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് തുടർന്നും ഇവിടെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം തന്നെ നിഷേധിക്കുകയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പും മെഡിക്കൽ കോളേജ് അധികൃതരും എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവരോട് തന്നെ ഇവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. ചേട്ടാ, ഇപ്പോൾ സർക്കാർ ഒരു തരത്തിലുള്ള ഉറപ്പും പറയുന്നില്ല. എന്താണ് ഇനി സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഇനി സമരം എന്ന് വെച്ചാൽ 16-ാം തീയതി മുതൽ നിരാഹാരത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. നിരാഹാര സമരത്തിലേക്ക്. ഇതുവരെ ഞങ്ങൾ സത്യാഗ്രഹ സമരമായിരുന്നു. സർക്കാർ ഉറപ്പ് തന്നില്ല എന്ന് ഞങ്ങൾ നേരിട്ടൊരു ഉറപ്പും പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞങ്ങളിപ്പോൾ 10 ദിവസം, ഇന്നിപ്പോൾ 10ാം ദിവസം. അപ്പോൾ ഇതുവരെ ഉറപ്പിട്ടാത്ത സ്ഥിതിക്ക് 16-ാം തീയതി മുതൽ നിരാഹാര സമരത്തിലേക്ക് പോകാം. സമരം ഒന്ന് കടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഈ ആരോഗ്യമന്ത്രി തന്നെ പലതവണ നിങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ്, നിങ്ങൾക്ക് ഇവിടുന്ന് പോകേണ്ടി വരില്ല, അതേപോലെ തന്നെ നിപ കാലത്ത് ജോലി ചെയ്ത ആളുകളെ ഏത് വിധേനയും സംരക്ഷിക്കും എന്നൊക്കെയുള്ള ഉറപ്പ് നൽകിയതായിരുന്നു. അത് ലംഘിക്കപ്പെട്ടു എന്നൊരു തോന്നലുണ്ട് ഇപ്പോൾ? തീർച്ചയായും. അതുകൊണ്ടാണല്ലോ ഞങ്ങളിവിടെ വന്നിരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥിരമായൊരു ജോലി എന്നുള്ളത് രേഖാമൂലമുള്ള ഉറപ്പ് കിട്ടുന്നവരെ ഞങ്ങളിവിടെ ഇനി അങ്ങോട്ടേക്ക് നിരാഹാര സമരമായിരിക്കും തുടരുന്നത്. സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയോ, സർക്കാർ ഈ മെഡിക്കൽ കോളേജ് അധികൃതർ വഴിയോ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് തയ്യാറായിട്ടുണ്ടോ നിങ്ങൾ? ഇന്നലെ പ്രിൻസിപ്പാൾ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. പക്ഷേ അതിന് മുന്നേ സർക്കാർ ഇങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ട്, ഐസൊലേഷൻ വാർഡ് ജോലി എടുത്ത ആൾക്കാരെ പിരിച്ചുവിടില്ല, തുടർച്ചയായി ജോലി എടുക്കുന്നു ഇന്നലെ പറഞ്ഞിരുന്നു ഒരു ന്യൂസ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ പ്രിൻസിപ്പാൾ ഇന്നലെ ചർച്ചയ്ക്ക് വിളിച്ചു. പക്ഷേ അതിന് നേരെ വിപരീതമായിട്ടാണ് പ്രിൻസിപ്പാൾ പറയുന്നത്. ഇവിടെ ഒരു ഇൻ്റർവ്യൂ നടത്തും, ആ ഇൻ്റർവ്യൂ നടത്തിയിട്ട് ഇപ്പോൾ ഇവിടെ വേക്കൻസി കുറച്ച് വേക്കൻസി 5 or 10 ആൾക്കാരെ നിയമിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞ് വേറെ ആൾക്കാരെ നിയമിക്കും, എന്തായാലും ഞങ്ങൾ ഒന്നിച്ച് നിയമിക്കില്ല പറഞ്ഞത് ഫുള്ള് ഫാൾട്ട്. അങ്ങനത്തെ ഒരു ഇതിലേക്ക് അത് ഞങ്ങൾ വില്ലിങ് അല്ല. കാരണം ഞങ്ങൾക്ക് ഒരു സർക്കാർ അന്നും ഇന്നും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ സർക്കാർ ഇത് ഇറക്കിയിട്ടുണ്ട്, ഞങ്ങൾ സ്ഥിരമായ ജോലി ആ സർക്കാരിൻ്റെ ഉത്തരവ് നടപ്പിലാക്കാൻ ഇവിടെയുള്ള അതോറിറ്റി കഴിയുന്നില്ല. അതെന്തുകൊണ്ട്? ഈ സ്ഥിരം ജോലി നൽകുക എന്നുള്ളത് PSC മറികടന്ന് അങ്ങനെ ജോലി തരുന്നതിന് കുറേ സാങ്കേതികമായ തടസ്സങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ മുന്നിൽ വെക്കുന്ന ഒരു ആവശ്യം താൽക്കാലികമായെങ്കിലും ഇവിടെ ജോലി തുടരാനുള്ള ഒരു അവസരം എന്നുള്ളതാണോ, അതോ സ്ഥിരം ജോലി തന്നെ കിട്ടിയാലേ സമരം നിർത്തൂ എന്നുള്ളതാണോ? താൽക്കാലിക ജോലി അത് PSC അല്ല, ഇവിടെ എംപ്ലോയ്മെൻറ്റ് വഴിയാണ് ലാസ്റ്റ് ഗ്രേഡിന് ജോലിക്ക് എടുക്കൽ. ലാസ്റ്റ് ഗ്രേഡ് 2 അപ്പോൾ എംപ്ലോയ്മെൻറ്റ് വഴി എടുക്കാൻ ഞങ്ങൾക്ക് കുറച്ച് മുമ്പായിരുന്നെങ്കിൽ ഒരു 6 മാസം മുമ്പ് ഇവർ തന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് വഴി നമ്മളിപ്പോൾ എല്ലാവരും ജോലി കയറിയിരുന്നേനെ. അതുപോലും ഇവിടെ ഹോസ്പിറ്റൽ അതോറിറ്റി വിലക്കി സർട്ടിഫിക്കറ്റ് തന്നില്ല. പിന്നെ എല്ലാതും എംപ്ലോയ്മെൻറ്റ് വഴി PSC വഴി എന്നൊന്നും പറയാൻ പറ്റില്ല. നിയമസഭ പ്രത്യേക ഓർഡിനൻസ് ഇറക്കിയാൽ ഇവിടെ എല്ലാവർക്കും ജോലി എടുക്കും. എത്ര ആൾക്കാർക്ക് അങ്ങനെ ജോലി കൊടുത്തിട്ടുണ്ട്, ഫ്ലഡ് എന്നൊക്കെ കുറേ രീതിയിലേക്ക് ആൾക്കാർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സ്ഥിരമായ ജോലി, സ്ഥിരമായ തുടർച്ചയായ ഒരു ജോലി ഞങ്ങൾ ഇറക്കി വിടാതെ, ഇപ്പം ഞങ്ങൾ ഇറക്കി വിടാതെ സ്ഥിരമായ ഒരു ജോലി അത് നമുക്ക് കിട്ടണം. പിന്നെ പെർമനൻ്റ് ആക്കാമെന്നുള്ള മന്ത്രി എന്തെങ്കിലും പറഞ്ഞിട്ട് ക്യാബിനറ്റിൽ ഇട്ടിട്ട് ചർച്ച ചെയ്തിട്ട് വീണ്ടും ഒരു പെർമനൻറ്റ് പോസ്റ്റിലേക്ക് തന്നെ നമ്മളെ കൊണ്ടുവരുന്നു. അതുവരെ നമുക്ക് തുടർച്ചയായ ഒരു ജോലി വേണം. അത് തന്നെ രേഖാമൂലം അറിയിക്കുക വേണം, ആ ജോലി പെട്ടെന്ന് കിട്ടാൻ വേണം. ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് താൽക്കാലിക തൊഴിലാളികൾ അവർക്ക് സർക്കാർ സ്ഥിരം ജോലി നൽകുമെന്ന വാഗ്ദാനം മന്ത്രി നൽകിയിരുന്നു എന്നിവർ പറയുന്നു. പക്ഷേ അത് പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചുള്ള സമരം, അവരുടെ വിഷയങ്ങൾക്ക് സർക്കാർ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് അവരുടെ ആവശ്യം. സേവ ആലപ്പാട് സമരത്തിന് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CR മഹേഷ് 24 മണിക്കൂർ നിരാഹാരം അനുഷ്ഠിക്കും. സ്ഥലം MP കൂടിയായ KC വേണുഗോപാൽ സമരം ഉദ്ഘാടനം ചെയ്യും. ആലപ്പാട് IERE നടത്തുന്ന ഖനനം അവസാനിപ്പിക്കണം, സീ വാഷിംഗ് നിർത്തിവെക്കണം എന്നിവയാണ് ആവശ്യങ്ങൾ. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, സമരം ഇപ്പോഴും തുടരുകയാണ്. ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകാൻ ഒരുങ്ങുകയാണോ കോൺഗ്രസ്?
ഈ സമരത്തിന്റെ മുൻനിരയിലേക്ക് പിന്തുണയുമായി കോൺഗ്രസും എത്തുകയാണ്. ഇതുവരെയും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ ഈ സേവാലപ്പാട് സമരത്തിന് പിന്തുണയുമായി എത്തിയിരുന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ DCCയും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ആലോചിച്ചാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവായ CR മഹേഷ് ഈ സമരത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. CR മഹേഷ് 24 മണിക്കൂർ നേരത്തേക്ക് ഉപവാസ സമരം സത്യാഗ്രഹം നടത്താനാണ് ഇപ്പോൾ ആലോചന. ഇത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഉപവാസം ഈ സത്യാഗ്രഹം സമരം ആരംഭിക്കുകയും ചെയ്തു. അല്പസമയത്തിനുള്ളിൽ കരുനാഗപ്പള്ളി സ്ഥലം MP കൂടിയായ ആലപ്പുഴ MP KC വേണുഗോപാൽ അല്പസമയത്തിനുള്ളിൽ കരുനാഗപ്പള്ളിയിലെ ആലപ്പാട് പ്രദേശത്തെത്തും. ഈ സമരത്തിൽ, അതായത് സേവാലപ്പാട് സമരത്തിൽ ഇദ്ദേഹം കോൺഗ്രസിന്റെ നിലപാട് പങ്കെടുക്കുകയും കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. കോൺഗ്രസ് പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു കാര്യം, ഈ ഖനനം നിർത്തുന്ന കാര്യത്തിൽ കോൺഗ്രസിന് കൃത്യമായ നിലപാടില്ല. കാരണം ഖനനം തുടരുന്നതിൽ കോൺഗ്രസിന് എതിർപ്പില്ല. പക്ഷേ ആലപ്പാട് എന്ന് പറയുന്ന ഗ്രാമത്തെ, ഏതാണ്ട് ഖനനം മൂലം നശിച്ച ആലപ്പാട് ഗ്രാമത്തെ അത് നശിക്കുന്നതിൽ നിന്നും രക്ഷിക്കണം എന്ന ഈ സമരസമിതിയുടെ ഖനനവിരുദ്ധ സമരസമിതിയുടെ നിലപാടിനോട് കോൺഗ്രസിന് പൂർണ്ണമായും യോജിപ്പുണ്ട്. മാത്രമല്ല, ഒപ്പം ഈ സീ വാഷിംഗ് ആണ് ഇപ്പോൾ നിലവിൽ ആലപ്പാട് പ്രദേശത്ത് നടക്കുന്നത്. ആ സീ വാഷിംഗ് നിർത്തിവെക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് IRE പോകണം എന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ CR മഹേഷ് ഇപ്പോൾ കരുനാഗപ്പള്ളിയിലെ ആലപ്പാട് പ്രദേശത്ത് ഇന്ന് 24 മണിക്കൂർ സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുന്നത്. ശരി ശ്യാം. സഖ്യം തുടരാൻ BJPക്ക് താൽപര്യമില്ലായെങ്കിൽ NDA വിടുമെന്ന് സുഹൽദേവ് ഭാരതീയ സമാജ്വാദി പാർട്ടി നേതാവും യോഗി ആദിത്യനാഥ് സർക്കാരിൽ മന്ത്രിയുമായ ഓം പ്രകാശ് രാജ്ഭർ. സമാജ്വാദി പാർട്ടിയും BSPയും സഖ്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഓം പ്രകാശ് രാജ്ഭർ നിലപാട് വ്യക്തമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരിടവേളയ്ക്ക് ശേഷം ഫ്രാൻസിൽ മഞ്ഞക്കുപ്പായക്കാരുടെ പ്രതിഷേധം ശക്തി പ്രാപിക്കുന്നു. പ്രതിഷേധം വ്യാപിക്കുന്നത് സർക്കാരിനും തലവേദനയാവുകയാണ്. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കുവാൻ രാജ്യത്ത് ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ധനവില വർധനയെ തുടർന്നാണ് ഫ്രഞ്ച് ജനത പ്രതിഷേധവുമായി തെരുവുകളിൽ ഇറങ്ങിയത്. മഞ്ഞ ജാക്കറ്റ് ധരിച്ച് പാരീസ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലേക്ക് പ്രതിഷേധവുമായി എത്തിയവർ വാഹനങ്ങൾ കത്തിച്ചും പോലീസിന് നേരെ കല്ലേറ് നടത്തിയും പ്രതിഷേധം ശക്തമാക്കി. ഇതോടെ പല നഗരങ്ങളിലും പോലീസ് നടപടിയുമുണ്ടായി. കഴിഞ്ഞ വർഷാവസാനത്തോടെ പ്രതിഷേധം തണുത്തെങ്കിലും ഒരിടവേളയ്ക്ക് ശേഷം മഞ്ഞക്കുപ്പായക്കാർ കൂടുതൽ ശക്തരായി തെരുവുകളിൽ ഇറങ്ങിയിരിക്കുകയാണ്. ദൈനംദിന ജീവിത ചെലവ് ഉയരുന്നതിനെ പിടിച്ചു നിർത്താൻ സർക്കാരൊന്നും ചെയ്യുന്നില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ പരാതി. പാരീസിൽ പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 3/4 ലക്ഷത്തിലധികം പേർ പ്രതിഷേധവുമായി രാജ്യമെമ്പാടും തെരുവുകളിൽ ഇറങ്ങിയെന്നാണ് കണക്കുകൾ. ഇത്തവണത്തെ പ്രതിഷേധത്തിൽ അക്രമ സംഭവങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രതിഷേധക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച പൊതുയോഗം ചേരുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മക്രോൺ നേരത്തെ അറിയിച്ചിരുന്നു. അതാത് സ്ഥലങ്ങളിലെ ടൗൺ ഹാളുകളിലെ യോഗങ്ങളിലൂടെയും ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെയും പൊതുജനങ്ങൾക്ക് ചർച്ചകളിൽ പങ്കെടുക്കാം. മഞ്ഞക്കുപ്പായക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യത്തിനുള്ളിൽ ശക്തമായ സുരക്ഷയാണ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.